പ്രണയവും മരണവും കലഹവും ദുഃഖവും സമരവും ഏകാന്തതയും നിറഞ്ഞ വലിയൊരു കാവ്യപ്രപഞ്ചം ഒരുക്കി വെച്ച് അകാലത്തിൽ കടന്നുപോയ അനശ്വര കവി ചങ്ങമ്പുഴയ്ക്കും അദ്ദേഹത്തിൻ്റെ രമണൻ എന്ന നാടകീയ വിലാപ കാവ്യത്തിനും മലയാളികൾക്കിടയിൽ വലിയൊരു മുഖവുരയുടെ ആവശ്യമില്ല. ഹായ് ഹലോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ PG ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ആധുനിക സമകാലിക കവിതാ സാഹിത്യം എന്ന ഇന്നത്തെ ഒന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് രമണൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയാണ്. അതിനകത്ത് ആ കാവ്യം എന്ന് പറഞ്ഞാൽ ഒരു വിലാപ കാവ്യമാണ്, ഒരു കണ്ടകാവ്യം. നമ്മൾ വിലാപ കാവ്യം എന്താണെന്ന് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കവിതകളിലെല്ലാം തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു കാൽപ്പനികത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിത. ഇത് എഴുതാനുണ്ടായ കാരണമെന്നാൽ ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന ഉറ്റ സുഹൃത്തിൻ്റെ ആത്മഹത്യ ഏൽപ്പിച്ച ആഘാതമാണ് ചങ്ങമ്പുഴയ്ക്ക് ഈ കൃതി എഴുതാൻ പ്രേരണയായത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. 1936 ജൂലൈ ആദ്യ വാരത്തിലാണ് ഇടപ്പള്ളിയുടെ വിയോഗം. ആ വർഷം തന്നെ മാസങ്ങൾക്കകം രമണൻ്റെ സൃഷ്ടി നടന്നു. പ്രസിദ്ധീകരണവും സുഹൃത്തെന്ന നിലയിലും മലയാള കവിതാരംഗത്തെ ഭാവഗായകൻ എന്ന നിലയിലും താൻ വിലമതിച്ച ഇടപ്പള്ളിയുടെ അസ്വാഭാവികമായ വേർപാട് കവിയെ അതികഠിനമായി ഉലച്ചു. തന്നേക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരു പെൺകുട്ടിയോട് തോന്നിയ അനുരാഗം നിഷ്കളങ്കമായതായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആത്മഹത്യയിലേക്ക് തന്നെ നയിച്ചതെന്നും പറയുന്നു. സാമൂഹികമായും കുടുംബപരമായും പ്രതികൂലമായ മറ്റു സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ഈ ഒരു കാവ്യജീവിതം കവി ആഗ്രഹിക്കുന്നതായിരുന്നില്ല. എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മുരളി തകർന്നു പോയി, കൂപ്പുകൈ എന്നാണ് ഇടപ്പള്ളിയുടെ അന്ത്യയാത്രാമൊഴിയിലെ അവസാന വാചകം. രമണൻ്റെ കയ്യിൽ കവി പിടിപ്പിച്ച ഓടക്കുഴൽ ഇടപ്പള്ളിയുടെ തകർന്ന മുരളി തന്നെ. കവിത തൻ്റെ ശക്തിയാണെന്ന്, അല്ലെങ്കിൽ തൻ്റെ കവിതയ്ക്ക് ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇടപ്പള്ളിക്ക് കഴിയാതെ പോയത് കൈരളിയുടെയും നഷ്ടമായി പോയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഓക്കെ, അപ്പോൾ എന്താണ്, തൻ്റെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ള അദ്ദേഹം ആത്മഹത്യ ചെയ്ത് എന്തിനായിരുന്നു? തന്നെക്കാട്ടി ഉയർന്ന ജാതിയിലുള്ളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും അവളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന വാർത്ത കേട്ടതോടുകൂടി എന്ത് ചെയ്തു, ഇടപ്പള്ളി രാഘവൻ പിള്ള ഒരു മുറിയിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതേ തുടർന്ന് തൻ്റെ ഉറ്റ സുഹൃത്തായ ചങ്ങമ്പുഴ എന്ത് ചെയ്തു, രമണൻ എന്ന കവിത എഴുതി. ഓക്കെ, എന്താണ് രമണൻ എന്ന്? ഈ കവിതയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. നാടകീയ കാവ്യം, പ്രണയ കാവ്യം എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും. എന്താണ്, ഒരു നാടകീയ രീതിയിലാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ഇതിനെ ഒരു പ്രണയ കാവ്യമായി നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഒരു ദുരന്ത നാടക കവിത കൂടിയാണിത്. കാര്യം ഇത് എൻഡ് ചെയ്യുന്നത് ദുരന്തത്തിലാണ്. ഒരു പ്രണയത്തിൽ തുടങ്ങി എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് ദുരന്തത്തിലേക്ക് തന്നെയാണ്. അതിനെയാണല്ലോ വിലാപ കാവ്യം എന്ന് നമ്മൾ പറയുന്നത്. ആശാന്റെ കവിതകളിൽ നമ്മൾ ആത്മീയതയിൽ എൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ദുരന്തത്തിലേക്കാണ് ഈ കവിത എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് ഒരു 3 കഥാപാത്രങ്ങളെ എടുത്തു പറയാൻ കഴിയും. രമണൻ, മദനൻ, ചന്ദ്രിക എന്നത്. രമണനാണ് ഇതിലെ നായക കഥാപാത്രം, നായികയാണ് ചന്ദ്രിക. മദനൻ എന്നതാരാണ്? രമണൻ്റെ സുഹൃത്താണ്. ഈ മദനൻ സുഹൃത്ത് എന്താണ്, ഒരു പ്രായോഗിക ബുദ്ധിയുള്ളവനാണ്. എന്നുവെച്ചാൽ രമണനെ പോലെ പാടെ എല്ലാം വിശ്വസിക്കുക എന്നൊരു വ്യക്തിയല്ലായിരുന്നു. അപ്പോൾ എന്താണ്, എന്ത് സംഭവിക്കാം എന്ന് മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയാം, മദനൻ എന്ന് പറയുന്നത്. ഉയർന്ന ജാതിയിൽ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിക്കുന്ന രമണൻ, അതായത് ചന്ദ്രികയെ പ്രണയിക്കുന്ന രമണൻ എന്താണ്, ഒരു ദളിതനും ദരിദ്രനുമായിരുന്നു. ദളിത് ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, രമണൻ എന്ന് പറയുന്ന ആള്. അപ്പം വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന രമണൻ ഈ ചന്ദ്രിക തന്നോട് പ്രണയം അഭ്യർത്ഥിക്കുമ്പോൾ, തീവ്രമായ പ്രണയം തന്നിലേക്ക് അഭ്യർത്ഥിക്കുമ്പോൾ പലവട്ടവും എന്ത് ചെയ്തു, രമണൻ ഈ പ്രണയത്തെ നിരസിച്ചിട്ടും പിന്നീട് അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. ഈ പ്രണയം പെട്ടെന്നൊരു നിമിഷം എന്തായി, ഇടയ്ക്കൊന്ന് അവസാനിക്കുന്നത് പോലെ ആ നിലയിലേക്ക് എത്തുമ്പോൾ രമണൻ ഇതിൽ ഒട്ടും തന്നെ തൻ്റെ മനസ്സിൽ
താങ്ങുവാനുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ഈ ചന്ദ്രികയ്ക്ക് ഒരു വിവാഹാലോചന വരികയും രമണനുമായുള്ള ഈ ബന്ധം ആർക്ക്, ചന്ദ്രികയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കോ ആർക്കും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഇത് ആദ്യമൊക്കെ എതിർത്ത് നിന്ന ചന്ദ്രിക, മറ്റ് വിവാഹത്തിന് എതിർത്ത് നിന്ന ചന്ദ്രിക പിന്നീട് ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ തൻ്റെ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ ചന്ദ്രിക. അപ്പം ഈ രമണനോടൊപ്പം പോയി കഴിഞ്ഞാൽ ഇതൊന്നും കഴിയില്ല എന്നും ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുമെന്നും അവൾക്ക് ഭയം ഉണ്ടായി തുടങ്ങി. ഇതെന്ത് ചെയ്തു, അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അതിനൊരു കാരണമുണ്ട്. ഈ വന്ന ആലോചന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികപരമായി ഉയർന്നു നിൽക്കുന്നതും ജാതിയിലും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവൾ തൻ്റെ വിവാഹത്തിന് സമ്മതം മൂളി. അങ്ങനെ അവളുടെ വിവാഹം ഉറപ്പിച്ച് തറഞ്ഞിട്ടാണ് രമണൻ എന്ത് ചെയ്തത്, ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ആദ്യ സമയം തൊട്ടേ മദനൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് പറയുന്നുണ്ടായിരുന്നു. നീ മനസ്സിലാക്കണം, തൻ്റെ പ്രണയം ഒരിക്കലും സാഫല്യത്തിലാവത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ അവസാനിക്കില്ല എന്ന് മദനൻ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ രമണന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്നുവെച്ചാൽ രമണന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ തീവ്രമായി പ്രണയിക്കുമ്പോൾ ഇതൊന്നും തന്നെ തൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാൻ രമണന് കഴിഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഈ കവിത അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മരക്കൊമ്പിൽ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന രമണൻ്റെ ശരീരം കണ്ടെത്തുന്ന തൻ്റെ പ്രിയ സുഹൃത്ത് തൻ്റെ പ്രിയ സുഹൃത്ത് എന്ത് ചെയ്തു, നമ്മുടെ രമണൻ്റെ ജീവനറ്റ ശരീരം കണ്ടെത്തുകയുണ്ടായി. മദനൻ ഇത് കണ്ട് വളരെ വിഷമത്തിലാവുകയും, ഈ രമണനൊരു ഓടക്കുഴലുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ മുരളി എന്ത് ചെയ്തു, എടുത്ത് പാടി ഒരു വിലാപഗീതത്തോടു കൂടി ആ ഓടക്കുഴൽ വായിച്ചു കൊണ്ട് എന്താണ് അവസാനിക്കുകയാണ്. ഇതിലൊരു ഗീതം ആലപിക്കുകയാണ് വായിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ കാവ്യം അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇതൊരു വലിയ കാവ്യമാണ്. അത്യാവശ്യം പറ്റുമെങ്കിൽ ഇതിൻ്റെ വരികൾ ഗൂഗിളിലൊക്കെ നോക്കിയോ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത് മാക്സിമം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദാരിദ്ര്യ അവസ്ഥയും ഉയർന്ന ജാതിയിൽ പെട്ടതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കും. കാര്യം ദളിത് ജീവിതമല്ലേ പറയുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കാവ്യത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞില്ലേ, നാടകീയ കാവ്യമാണ്, പ്രണയകാവ്യമാണ്, കാൽപ്പനിക കാവ്യമാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുണ്ടായ സാഹചര്യം, ഈ കവിത എഴുതാനുണ്ടായ കുറച്ച് സാഹചര്യമില്ലേ, അതൊക്കെ ചോദിക്കാം. ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കത്തുള്ളൂ. ഏകദേശം ഒന്നറിഞ്ഞത് എന്താണ്, രമണൻ ആരെ പ്രണയിച്ചു, ചന്ദ്രികയെ പ്രണയിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രമണൻ എന്നത്. ചന്ദ്രിക എന്താണ്, ഉയർന്ന ജാതിയിലെ പെട്ട വ്യക്തിയും സമ്പന്നപരമായി ഉയർന്ന രീതിയിലുള്ള കുടുംബവുമായിരുന്നു. ജാതിപരം മാത്രമല്ല, സമ്പന്നപരമായും ഉയർന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പം ഇവർക്കിടയിൽ എന്ത് ചെയ്തു, ഈ പ്രണയം ഒരു നിമിഷം അവസാനിക്കുകയുണ്ടായി. അവസാനിച്ചത് ആണ് രമണനെ എന്ത് ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ആ മരണം കണ്ട് ദുഃഖിതനായ മദനിലൂടെ ആണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിരുന്നാൽ മതി. കവിതയുടെ വരികൾ വായിച്ച് നോക്കുക, നല്ലപോലെ വായിച്ച് നോക്കുക. അത്യാവശ്യം കാര്യം നമുക്ക് അനോട്ടേഷൻ അങ്ങനെ ചോദിച്ചാൽ എഴുതണ്ടേ, അതേ രീതിയിൽ വായിച്ച് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ കവിതയ്ക്കകത്ത് പറയണത്. നിങ്ങൾക്ക് ഒരു എസ്സേ ഒക്കെ ചോദിച്ചാലോ 5 മാർക്കിൻ്റെ ചില ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഇതിനകത്തു നിന്നൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.